ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുണ്ടായാലോ. രാവിലെ തന്നെ അമ്മയുടെ കൃഷി സ്ഥലത്തോട്ടൊന്ന് വന്ന് നോക്കി. കാരണം വിളവെടുക്കാൻ ടൈമായി. ഞാൻ ഈ സമയങ്ങളിൽ മാത്രമേ അങ്ങോട്ട് ചെല്ലാറുള്ളൂ. അപ്പോൾ ഇന്ന് കത്രിക്കയാണ്. അത് കുറച്ചും കൂടെ വലുതാവും, പക്ഷേ ആ ചെടിയിൽ അതിന് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴേ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഞാനിതിനങ്ങനെ വലിയതായിട്ട് കൃഷിയിലോട്ട് ഇറങ്ങാറില്ല. ഞാൻ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കും, അല്ലാതെ പിന്നെ വിളവെടുപ്പിനുമാണ് ഞാൻ പോകാറുള്ളത്. എൻ്റെ അപ്പം അമ്മ പറഞ്ഞു കുറച്ച് മുളകും കൂടെ പറിക്കാം. അങ്ങനെ മുളക് പറിച്ചുകൊണ്ടിരുന്നപ്പം അതിൻ്റെ അപ്പുറത്ത് കുറച്ച് തക്കാളി നിൽക്കുന്നുണ്ട്. പക്ഷേ തക്കാളി പറിക്കാറായില്ല. ഇനി അത് പറിക്കാറാകുമ്പോൾ അതിൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ വരാം. അല്ലാതെ എന്നെക്കൊണ്ട് വലിയ ഇതൊന്നും കൃഷിയിലില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം പറിച്ചു വന്നപ്പോഴത്തേക്കും ഇന്ന് വീട്ടിൽ ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ആയിക്കഴിഞ്ഞാൽ ഞാൻ വേണം ഉണ്ടാക്കാൻ. കാരണം എൻ്റെ അമ്മ ചിക്കൻ കഴിക്കത്തില്ല. എനിക്ക് വേണ്ടി മാത്രം ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പീസാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ നല്ല തക്കാളി നല്ലോണം വേവിച്ചെടുത്തതും അതിനുശേഷം കറുവപ്പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ പാനിലോട്ട് വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ സവാള കൊത്തിയരിഞ്ഞത്, കറിവേപ്പില, വറ്റമുളക് എല്ലാം കൂടെ ഇട്ട് പിന്നെ നമ്മുടെ ആ പേസ്റ്റ് ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുകയാണ്. അതും കൂടി നല്ലോണം ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. പൊടികൾ ആഡ് ചെയ്യുകയെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ആഡ് ചെയ്ത് ഈ മസാലയിലിട്ടൊന്ന് ജസ്റ്റ് പിടിച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എനിക്കാണെങ്കിൽ വെള്ളം ഒരുപാടുള്ളത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നല്ലോണം വറ്റിച്ചെടുക്കുമ്പോഴേക്കും നല്ല കുറുകിയ ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ ഓപ്പോസിറ്റ് എൻ്റെ അമ്മ അവിടെ നല്ല സോഫ്റ്റ് അപ്പം ചുടിയാണ്. അപ്പവും ചിക്കൻ കറി എന്ത് നല്ല കോമ്പിനേഷനാണല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ട് അതും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. താങ്ക്